കൊടിസുനിയെ ജയിൽ മാറ്റണമെന്ന് കോടതിയിൽ അപേക്ഷ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂരിലേക്ക് മാറ്റാനാണ് അപേക്ഷ. തലശ്ശേരി സെഷൻസ് കോടതിയിലാണ് ജയിൽ വകുപ്പ് അപേക്ഷ നൽകിയത്. വിവരങ്ങളുമായി സുനിൽ ഐസക്കുണ്ട്. സുനിൽ, എന്തടിസ്ഥാനത്തിലാണ് ഈ നടപടി? ഹരിഗോവിന്ദ്, ഇക്കഴിഞ്ഞ ജനുവരി മാസം 29-ാം തീയതിയാണ് കൊടിസുനിയെ തവനൂർ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. അതായത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന കൊടിസുനി ഇത്രയും നാൾ ഉണ്ടായിരുന്നത് തവനൂർ ജയിലിലായിരുന്നു. പക്ഷേ മാഹി ഇരട്ടക്കൊലപാതക കേസിലും പ്രതിയാണ് കൊടിസുനി. അതുകൊണ്ട് തന്നെ വിചാരണയ്ക്കെത്തിക്കാൻ കുറെ കൂടി സൗകര്യം ഉണ്ട് എന്ന് കാണിച്ച് കണ്ണൂരിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൊടിസുനിയുടെ അഭിഭാഷകൻ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നു. ഈ അപേക്ഷയുടെ പശ്ചാത്തലത്തിലാണ് കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. എന്നാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയതിനു ശേഷം കൊടിസുനിക്കെതിരെ നിരന്തരമായ ആരോപണങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിചാരണക്കായി തലശ്ശേരി കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് പരസ്യമായി മദ്യപിച്ചതടക്കം നിരവധി ആരോപണങ്ങൾ കൊടിസുനിക്കെതിരെ ഉയരുകയും ചെയ്തു. മാത്രമല്ല, കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികൾ പാർപ്പിച്ചിട്ടുള്ളത്. അവരുമായി ചേർന്ന് പുറത്ത് ചില കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കൊടിസുനിയെ തവനൂർ ജയിലിലേക്ക് തന്നെ തിരികെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ വകുപ്പ് ഇപ്പോൾ ഒരു അപേക്ഷ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് സമർപ്പിച്ചത്. അതായത് ഈ വിവാദമുണ്ടായതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം മാഹി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ നടത്തിയത് ഓൺലൈനായിട്ടായിരുന്നു. നേരിട്ട് സുനിയെ അവിടെ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്നില്ല. അതുകൊണ്ട് ഇനിയും അത്തരത്തിൽ ഓൺലൈനായി മാത്രം വിചാരണ നടത്തിയാൽ മതി. അതുകൊണ്ട് തന്നെ കൊടിസുനിയെ തവനൂർ ജയിലിലേക്ക് മാറ്റണമെന്നാണ് ഇപ്പോൾ ജയിൽ അധികൃതരുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് ഇന്നാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ്. അക്കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം അതിൽ കോടതി അനുമതി നൽകുകയാണെങ്കിൽ കൊടിസുനിയെ തവനൂർ ജയിലിലേക്ക് തന്നെ തിരികെ മാറ്റും.